സ്വതന്ത്രാനന്തര സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരി ഏത്? ഡി 1, 3, 4. താഴെ കൊടുത്തവയിൽ ഖാൻ അബ്ദുൽ ഖാഫർ ഖാനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഈ കൊടുത്തിരിക്കുന്ന 4ഉം ശരിയാണ് എല്ലാം. താഴെ കൊടുത്ത ജോഡികളിൽ തെറ്റായ ജോഡി ഏത്? അതിൽ മൂന്നാമത്തതാണ് തെറ്റ്. എ 3 മാത്രം. താഴെ കൊടുത്ത പ്രസ്താവനകളിൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനുമായി ബന്ധമില്ലാത്തത് ഏത്? നേറ്റോയുമായി ബന്ധമില്ലാത്തത്. ഇതിൽ ബന്ധമില്ലാത്തത് 2ഉം 4ഉമാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 2ഉം 4ഉം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. 1, 3, 4. താഴെ കൊടുത്തിരിക്കുന്ന ശരിയായ കാലഗണനാ ക്രമം ഏത്? 2, 4, 1, 3. 2024 ലോക പരിസ്ഥിതി ദിന ആഘോഷങ്ങൾക്ക് ആതിഥ്യം വഹിച്ച രാജ്യം ഏത്? സൗദി അറേബ്യ. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടുകിടക്കുന്ന ദേശീയ ജലപാത ഏത്? NW3. ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഹരിക്കെയിൻ. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ശരിയായവ ഏതെല്ലാം? 1ഉം 4ഉമാണ് ശരിയായവ. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹം? അഗുൾ ഹസ് പ്രവാഹം. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? 1ഉം 3ഉം ആണ് തെറ്റായവ. നീതി ആയോഗിൻ്റെ ചില സംരംഭങ്ങളും അവയുടെ ലക്ഷ്യങ്ങളും താഴെ നൽകിയിരിക്കുന്നു. ഓരോ സംരംഭത്തിൻ്റെയും ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്ന ഓപ്ഷൻ കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ്. തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധിച്ച് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. 1. സാമ്പത്തിക വളർച്ച കൈവരിക്കുക എന്നത് പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് അടിത്തറ പാകിയതും ത്വരിതപ്പെടുത്തിയതുമായ നിരവധി പദ്ധതികൾ 12ാം പഞ്ചവത്സര പദ്ധതികളിലൂടെ രാജ്യത്ത് നടപ്പിലാക്കി. പ്രസ്താവനകൾ 1ഉം 2ഉം ശരിയാണ്. പ്രസ്താവന 2 പ്രസ്താവന 1ൻ്റെ വിശദീകരണമാണ്. അപ്പോൾ ഓപ്ഷൻ എ. ഇന്ത്യൻ സമ്പദ്ഘടനയെ സ്വാധീനിച്ച ചില പ്രധാന നയങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. കാലഗണന അനുസരിച്ച് ഇവയുടെ ശരിയായ ക്രമം ഏത്? ഉത്തരം 2, 4, 1, 3. ഓപ്ഷൻ ഡി ആണ്. 2, 4, 1, 3. 1991 ഇന്ത്യ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഉത്തരം ശരിയായ പ്രസ്താവന 2ഉം 3ഉം ആണ്. ഓപ്ഷൻ ഡി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് 2 പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവയെ സംബന്ധിച്ചുള്ള ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക. 2 പ്രസ്താവനകളും ശരിയാണ്. ഓപ്ഷൻ എ. ഗോതമ്പ്, നെല്ല്, ചോളം, പയറുവർഗ്ഗങ്ങൾ എന്നിവ ഇന്ത്യയിലെ പ്രധാന 4 ഭക്ഷ്യവിളകളാണ്. 2022-23 കണക്കുകൾ പ്രകാരം ഇവയുടെ ഉൽപ്പാദനത്തിൻ്റെ തോതനുസരിച്ചുള്ള ശരിയായ സ്ഥാനക്രമം കണ്ടെത്തുക. 1ാം സ്ഥാനം നെല്ല്,
ഗോതമ്പ്, ചോളം, പയറുവർഗ്ഗം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓപ്ഷൻ ബി. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഏതാണ്? പ്രസ്താവനകൾ 1, 2, 3 ശരിയാണ്. പ്രസ്താവന 4 ശരിയല്ല. അപ്പോൾ ഉത്തരം ഓപ്ഷൻ ഡി. വിദ്യാജ്യോതി പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏറ്റവും അനുയോജ്യമായത് ഏതാണ്? ഓപ്ഷൻ ബി 1ഉം 2ഉം ശരി. കേരള സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ എ 2 ശരി. ശ്രീ എം ഷാജർ. 2012 പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏറ്റവും യോജിക്കുന്ന പ്രസ്താവനകൾ ഏതൊക്കെ? ഓപ്ഷൻ സി 1ഉം 2ഉം 3ഉം ശരി. വാത്സല്യനിധി പദ്ധതി സംബന്ധിക്കുന്ന ഏറ്റവും യോജിക്കുന്ന പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ഡി 1ഉം 3ഉം ശരി. 2023 ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യ അതിഥിയായിരുന്ന അബ്ദുൽ ഫത്തഹ് അൽ സിസി ഏത് രാജ്യത്തെ പ്രസിഡന്റാണ്? ഉത്തരം അറബ് റിപ്പബ്ലിക് ഓഫ് ഈജിപ്ത്. ഓപ്ഷൻ ഡി. സ്നേഹസാന്ത്വന പദ്ധതി ആർക്കാണ് നൽകി വരുന്നത്? സംസ്ഥാനത്ത് എൻഡോസൾഫാൻ ഇരകൾക്കുള്ള പ്രതിമാസ ധനസഹായം. ഓപ്ഷൻ എ 1 ശരി. ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി. ഓപ്ഷൻ ഡി. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മഴ മുന്നറിയിപ്പിനെ സംബന്ധിക്കുന്ന ഏറ്റവും ശരിയായ പ്രസ്താവന? ഓപ്ഷൻ സി 1ഉം 3ഉം. 1ഉം 3ഉം. ഇപ്പോഴത്തെ കേന്ദ്ര യുവജനകാര്യ കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആര്? ഇപ്പോഴത്തെ കേന്ദ്ര യുവജനകാര്യ കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്? ഓപ്ഷൻ സി 1 ശരി. മൻസുഖ് മാണ്ഡവ്യ. ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമുവിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഇവയിൽ ഏതാണ്? ഓപ്ഷൻ ബി 1ഉം 3ഉം ശരി. രാജ്യസഭയുടെ പ്രത്യേക അധികാരങ്ങളെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ബി 1ഉം 2ഉം ശരി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഘടനയെക്കുറിച്ചുള്ള ഉചിതമായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ എ 1, 2, 4 ശരി. ഇന്ത്യൻ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെക്കുറിച്ച് ശരിയായ വസ്തുത താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ 1ഉം 3ഉം ശരി. സാർവത്രിക വോട്ടവകാശം, മത്സരിക്കാനുള്ള അവകാശം എന്നിവയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ഏറ്റവും അനുയോജ്യമായ വസ്തുക്കൾ ഏതാണ്? ഓപ്ഷൻ ഡി 1ഉം 3ഉം ശരി. പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി. ഓപ്ഷൻ ബി മിഠായി. 2024 ലോക പരിസ്ഥിതി ദിന ആഗോള ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത്? ഓപ്ഷൻ ഡി സൗദി അറേബ്യ. മുതിർന്ന വ്യക്തികളിൽ സൊമാറ്റോട്രോപിൻ്റെ അമിത ഉൽപ്പാദനം മൂലമുണ്ടാകുന്ന അവസ്ഥ ഏത്? ഓപ്ഷൻ സി അക്രോമെഗാലി. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ഏത് രാസാഗ്നിയാണ് ഭക്ഷണത്തിലുള്ള സൂക്ഷ്മ രോഗാണുക്കളെ നശിപ്പിക്കുന്നത്? ഓപ്ഷൻ എ ലൈസോസൈം. ദ്രാവക അവസ്ഥയിലുള്ള യോജക കലയ്ക്ക് ഉദാഹരണം ഏത്? ഓപ്ഷൻ ഡി രക്തം.
മനുഷ്യ ശരീരത്തിൽ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമുണ്ടാക്കുന്ന വിഷവസ്തുവായ അമോണിയയെ വിഷാംശം കുറഞ്ഞ യൂറിയയാക്കി മാറ്റുന്ന അവയവം ഏത്? ഓപ്ഷൻ ബി കരൾ. പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ഏത്? ഓപ്ഷൻ ഡി ടെൻഡൻ. ജൈവവൈവിധ്യ സംരക്ഷണാർത്ഥം പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന സംരക്ഷണ സംവിധാനമാണ്? ഓപ്ഷൻ സി കമ്മ്യൂണിറ്റി റിസർവുകൾ. ഫാരൻഹീറ്റ് സ്കെയിലിൽ 32 ഡിഗ്രി ഫാരൻഹീറ്റ് താപനിലയ്ക്ക് തുല്യമായ സെൽഷ്യസ് സ്കെയിലിലെ താപനില? ഓപ്ഷൻ എ 0 ഡിഗ്രി സെൽഷ്യസ്. സൂര്യനെയും ബാഹ്യവലയങ്ങളെയും കുറിച്ച് പഠിക്കാൻ ISRO തയ്യാറാക്കുന്ന ദൗത്യത്തിൻ്റെ പേര്? ഓപ്ഷൻ എ ആദിത്യ L1. ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ട തീയതി ഏതാണ്? ഓഗസ്റ്റ് 23. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ്? ഓപ്ഷൻ ഡി അപവർത്തനം. 1 മീറ്റർ ഉയരത്തിലുള്ള മേശപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന 0.2 കിലോഗ്രാം മാസുള്ള ഒരു ബോക്സിൻ്റെ സ്ഥിതികോർജ്ജം എത്രയായിരിക്കും? ഓപ്ഷൻ സി 2 ജൂൾ. താഴെ പറയുന്നവയിൽ സിങ്ക് ബ്ലെൻഡ് എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ ഡി സിങ്ക് സൾഫൈഡ്. താഴെ പറയുന്നവയിൽ യഥാർത്ഥ ലായിനി ഏത്? ഓപ്ഷൻ ബി സോഡിയം അമാൽഗം. 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം താഴെ പറയുന്നവയിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ സി ക്വാണ്ടം ഡോട്ട്സ്. ഇന്ത്യയിൽ സീറോ കാർബണായ നഗരം ഏത്? ഇന്ത്യയിൽ സീറോ കാർബണായ നഗരം? ഓപ്ഷൻ സി സാഞ്ചി. രാജദ്രാവകം എന്നാൽ? ഓപ്ഷൻ എ നൈട്രിക് ആസിഡ്, ഹൈഡ്രോളിക് ആസിഡ്, 1:3. 2024 നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പിൽ മുൻ ലോക ചാമ്പ്യൻ മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തിയ ഇന്ത്യൻ താരം? ഓപ്ഷൻ ഡി ആർ പ്രഗ്നാനന്ദ്. പാലിലെ വെണ്ണപ്പാൽ ബൈതാക്കി ചൊല്ലുന്നേൻ ബാക്കിയ ഉള്ളോവർ ഇതിനെ പഠിച്ചോവർ. ഏത് കൃതിയിലെ വരികളാണിവ? ഓപ്ഷൻ സി മുഹ്യുദ്ദീൻ മാല. മൻസൂർ ക്രോക്കസ് ബയോബ്ലിറ്റ്സ് 2024 പദ്ധതി നടപ്പിലാക്കുന്നത് ആര്? ഓപ്ഷൻ ഡി വനഗവേഷണ കേന്ദ്രം. ഓപ്ഷൻ ഡി. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ SK പൊറ്റക്കാടിൻ്റെ രചനയാണ്? ഓപ്ഷൻ ബി ഒരു ദേശത്തിൻ്റെ കഥ. തിക്കൊടിയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആര്? ഓപ്ഷൻ എ കുഞ്ഞനന്ദൻ നായർ. കീലേരി കുഞ്ഞിക്കണ്ണൻ ഏത് രംഗത്താണ് പ്രശസ്തി നേടിയത്? ഓപ്ഷൻ സി സർക്കസ്. അപ്പുക്കിളി ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ഓപ്ഷൻ ഡി ഖസാക്കിൻ്റെ ഇതിഹാസം. താഴെ പറയുന്നവയിൽ മെറ്റ എന്ന കമ്പനിയുമായി ബന്ധമില്ലാത്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം? ഓപ്ഷൻ ബി ടെലഗ്രാം. കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്തുക. ഓപ്ഷൻ സി ക്യാൻ. ഡിപ്പ് ഫാക്ക് എന്നാൽ? ഓപ്ഷൻ ബി വ്യാജ ചിത്രങ്ങൾ, വീഡിയോ എന്നിവ നിർമ്മിക്കാൻ AI ഉപയോഗിക്കുന്നതാണ്. തന്നിരിക്കുന്ന സോഫ്റ്റ്വെയറും അതുണ്ടാക്കിയ കമ്പനിയും ശ്രദ്ധിക്കുക. ഓപ്ഷൻ ഡി 1, 3, 4 ഇവ മാത്രം ശരിയാണ്. ബൈറ്റ്, കിലോബൈറ്റ്, മെഗാബൈറ്റ്, ഡാഷ്, ടെറാബൈറ്റ് ഇതിൽ വിട്ടുപോയത് പൂരിപ്പിക്കുക. ഓപ്ഷൻ ബി ഗിഗാബൈറ്റ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ? ഓപ്ഷൻ ബി അരുൺകുമാർ മിശ്ര.
ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്ന നിയമം പോസ്കോ ആക്ട് നിലവിൽ വന്ന വർഷം? ഓപ്ഷൻ എ 2012. ഗാർഹിക അതിക്രമത്തിൻ്റെ നിർവചനത്തിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓപ്ഷൻ ഡി മുകളിൽ കൊടുത്തിരിക്കുന്നവ എല്ലാം. ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാൻ? ഓപ്ഷൻ എ രേഖ ശർമ്മ. ഇവയിൽ ഏതാണ് പട്ടികവർഗക്കാർക്കായുള്ള ദേശീയ കമ്മീഷന്റെ പ്രവർത്തനം അല്ലാത്തത്? ഓപ്ഷൻ സി പട്ടികവർഗ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കുക. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഉപഭോക്തൃ സംരക്ഷണയുടെ നിർവചനത്തിൽ ഉൾപ്പെടാത്ത സേവനങ്ങൾ? ഓപ്ഷൻ എ നിസ്വാർത്ഥ സേവനങ്ങൾ. വിവരാവകാശ നിയമം 2005 പ്രകാരം സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെ നിയമിക്കുന്നത്? ഓപ്ഷൻ ബി സംസ്ഥാനത്തിലെ ഗവർണർ. ഓക്കെ, കൂടുതൽ ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.